നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ സംഭവിച്ച കാര്യം. 13 വയസ്സുള്ള ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗ്യാങ് റേപ്പിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ന്യൂസ് എന്താ വെച്ചാൽ മരണപ്പെട്ടെന്ന് പറയുന്നു. 30ൽ കൂടുതൽ ആൾക്കാർ പല ഹോട്ടലുകളിൽ വെച്ച് ഒരുപാട് ഹോട്ടലുകളാണ് നടത്തുന്നത്. പക്ഷെ ഒന്നും ലൈസൻസ് ഇല്ലാത്തത് 150ൽ കൂടുതൽ ഹോട്ടലുകൾ ഉണ്ടെന്ന് പറയും. അതിൽ 10-40 ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് ഉണ്ടെന്ന് പറയും. അതായത് ഒരുവിധം ഹോട്ടലുകളൊക്കെ ലൈസൻസ് ഇല്ലാതെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം. ഇവിടെ പോയിട്ട് വരുന്ന സമയത്ത് ഓരോ ഓട്ടോ ഓടിക്കുന്നു, ആ ഓട്ടോയിൽ കയറുന്നു, ഓട്ടോയിലുള്ള ആൾ ആ പെൺകുട്ടിയെ ഒരു ഹോട്ടലിൽ വിൽക്കുന്നു. ആ ഹോട്ടൽ മാനേജ്മെന്റ് ആ കുട്ടിയെ പല ആൾക്കാർക്ക് വിൽക്കുന്നു. അങ്ങനെ 30ൽ കൂടുതൽ ആൾക്കാർ ആ കുട്ടിയെ റേപ്പ് ചെയ്യും. വേദന അനുഭവപ്പെട്ട് കുട്ടി കരയുന്ന സമയത്ത് മദ്യപിച്ചും മയക്കും. ഇങ്ങനെല്ലാം മനുഷ്യന്മാർ ജീവിക്കും. മനുഷ്യന്മാർ ഓരോ പ്രവൃത്തികൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത എല്ലാത്തിനും കാരണം നിയമങ്ങളിൽ ആർക്കും പേടിയില്ല. ഇവരെല്ലാം എന്ത് ചെയ്തിട്ടും ജയിലിൽ പോകുമ്പോഴെങ്കിലും കാര്യങ്ങൾക്കും ആർക്കും ഒന്നിനെയും പേടിയില്ല. എന്ത് ചെയ്താലും കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു 2-3 വർഷം ജയിലിൽ കിടക്കും. അതും നല്ല ഭക്ഷണം. അവിടെ തന്നെ പണിയും ചെയ്ത് പൈസയുണ്ടാക്കി നല്ല ഭക്ഷണം കഴിച്ച് തടി റാത്തായിട്ട് തിരിച്ചു വരും. എന്തെല്ലാം സ്വപ്നം കണ്ട് വളരുന്ന കുട്ടിയെ, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ച് തുടങ്ങുമ്പോഴത്തേക്ക്